ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. പെരുന്നാൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊന്ന് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ കാണണമെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി എക്സ്ട്രയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാപ്പൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് നല്ലോണം വെള്ളമൊക്കെ കരുതിയിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു കഫേ എന്ന് പറയുന്നത് അടിപൊളി ചിക്കൻ കിട്ടും കേട്ടോ. ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നൊരു ഷോപ്പാണ്. അവിടുന്ന് ഫ്രൈഡ് ചിക്കൻ കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ്. പക്ഷേ അവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് അതൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞ്. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. കുറച്ച് സാധനങ്ങളൊക്കെ മതി, അധികം ഒന്നും വാങ്ങണ്ട. പെരുന്നാളിനും നോമ്പിനൊക്കെ ആയിട്ട് ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ സൺപ്ലസിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻ്റാണ് കേട്ടോ വാങ്ങാറ്. ഇവിടെ ഓരോ മോഡലും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ വാങ്ങാം. ഞാൻ സൺപ്ലസിൻ്റെ ലിക്വിഡാണ് വാങ്ങാറ്. പിന്നെ നമ്മൾ സ്കൂൾ യൂണിഫോമൊക്കെ അലക്കാനൊക്കെ വേണ്ടിയിട്ട് സർഫിൻ്റെ സോപ്പ് പൊടിയാണ് കേട്ടോ വാങ്ങാറ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബദാമും കിസ്മിസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേശ്ശെ വാങ്ങി. ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് ബദാമും കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെയാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ വാങ്ങിയത് കുറച്ച് വെജിറ്റബിൾസാണ്. ഇവിടെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഓഫറുള്ള ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സമയത്ത് നോക്കി വരും കേട്ടോ. തക്കാളിക്കൊക്കെ 9 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കി വാങ്ങണം ഓരോ സാധനവും. പിന്നെ കുറച്ച് അരിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, നെയ്ച്ചോറിൻ്റെ അരിയും മന്തി റൈസൊക്കെ, അതൊക്കെ വാങ്ങി. പിന്നെ പാലും തൈരും ഒക്കെ എടുത്ത്. പിന്നെ ഇവർക്ക് കുറേ ജ്യൂസ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും കേട്ടോ ഷോപ്പിങ്ങിന് വരുമ്പോൾ. ഇവരെ ഞാൻ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ ഇങ്ങനെ ഷോപ്പിങ്ങിന് കൂട്ടാറുണ്ട്. പക്ഷേ അന്ന് നല്ലൊരു പൈസ അവർ ഇവർക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് വാങ്ങിയിട്ട് അത് ഇതാക്കാറുണ്ട് കേട്ടോ. പിന്നെ ചില സാധനങ്ങളൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതും എനിക്ക് സമ്മതിച്ച് തരാറുണ്ട് കേട്ടോ. എല്ലാ കുട്ടികളെയും പോലെ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാറൊന്നുമില്ല. അത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് എടുക്കുകയില്ല. പിന്നെ സോസ്, പിന്നെ നമ്മളിപ്പം നോമ്പിന് അധികവും ചെറുപയറും കടലയൊന്നും കറികളൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രീൻ പീസ്, കടല, ചെറുപയർ, പിന്നെ നുറുക്ക് ഗോതമ്പ്, ഇതുപോലെ മാക്കറോണി, അതുപോലത്തെ ഐറ്റംസൊക്കെ ഇവർക്കുള്ള ഐറ്റംസൊക്കെ ഇവർ തന്നെ അങ്ങ് എടുത്ത് തരികയും ഇവരെ നമ്മളോട് എന്തെങ്കിലും സാധനമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെടുത്തില്ലാലോ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചൊക്കെ തരികയൊക്കെ ചെയ്യും. സ്കൂളൊക്കെ അടിച്ചതുകൊണ്ട് തന്നെ ഇനി 2 മാസം ഇവർക്ക് ഭയങ്കര ബോറിങ്ങൊക്കെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പുറത്തൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. ഹസ്ബൻഡുള്ള സമയത്താണെങ്കിലും ഞങ്ങൾ ചില വീക്കെൻഡൊക്കെ പുറത്ത് പോവുകയും ഇതുപോലെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയും ബീച്ചിൽ അല്ലെങ്കിൽ പാർക്കിൽ മാളിലൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ബോറിംഗ് ആയിരിക്കും ഈ ഒരു 2 മാസം. പിന്നെ നൂഡിൽസ് മസ്റ്റായിട്ട് വാങ്ങുന്നൊരു കാര്യമാണ് കേട്ടോ. ഇവർ എപ്പോൾ ഷോപ്പിങ്ങിന് വന്നാലും ഒരു 2-3 പാക്ക് നൂഡിൽസ് എടുക്കും. ഈ പ്രാവശ്യം കുറച്ചേ എടുത്തിട്ടുള്ളൂ. നൂഡിൽസ് അത്ര നല്ല സാധനമൊന്നുമല്ല, എന്നാലും ഇടയ്ക്ക് ഇവർക്ക് വൈകുന്നേരമൊക്കെ ഒരു ചായക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നൂഡിൽസ് എടുക്കുന്നുണ്ട്. നൂഡിൽസ് തന്നെ ഞങ്ങൾ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ വാങ്ങാറ്. ഇപ്പോൾ ഇപ്പിയും മാഗിയും ഒക്കെ ഉണ്ട്. ഇതിൽ തന്നെ ഇപ്പി നൂഡിൽസ് വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡോമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിക്കൻ നൂഡിൽസാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അത് 5 പാക്കറ്റോ 6 പാക്കറ്റ് ഇട്ടാണ് വരുന്ന ഒരു കോംബോ ആയിട്ട് വരുന്നൊരു നൂഡിൽസാണ്. അതും പിന്നെ ബ്രെഡ്. പിന്നെ ഇവർ ഈ ഒരു സെക്ഷനിൽ കൂടെ നടക്കുമ്പോൾ ഇവർക്ക് വേണ്ടാത്തതായിട്ടുള്ള ഒരു സാധനമില്ല. പിന്നെ ഒരു കൊറിയൻ നൂഡിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്പൈസി ആയിട്ടുള്ള നൂഡിൽസാണ്. അതെന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അത് ചാലഞ്ചിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞത് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ബില്ലാക്കുകയാണ് കേട്ടോ. എനിക്ക് സംഭവം പറഞ്ഞാൽ ഇവരപ്പോൾ ഷോപ്പിങ്ങിന് വന്നാൽ എനിക്ക് പൈസ മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള പണികളൊക്കെ ഇവർ തന്നെ എടുത്തോളും. സാധനങ്ങൾ എടുത്തിടലും പിന്നെ ബില്ലിങ്ങിൽ കൊണ്ടുപോയി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് എടുത്ത് കൊടുക്കലൊക്കെ ഇവർ തന്നെ ചെയ്തോളും.
ഇപ്പം ഞാൻ ഇതെല്ലാം നോക്കിയിരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവരെന്നെ എല്ലാം എടുത്ത് വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അധികം കുട്ടികൾക്കും ഇതുപോലെ ഷോപ്പിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ മക്കളൊക്കെ എല്ലാവരും ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോവുക. ഇപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ റിസപ്ഷനിൽ നമ്മൾ ഈ ഒരു ബില്ല് കൊണ്ടുപോയി കൊടുത്താൽ ഇവിടെ 2 കൂപ്പൺ തരും. അപ്പം അതിനനുസരിച്ച് അവിടുന്ന് പ്രൈസും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൂപ്പൺ എടുത്തിട്ട് ഇവർ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഏതാണോ പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു നമ്പർ നമുക്ക് അവിടെ കാണിച്ചു കൊടുത്താൽ അതിനുള്ള എന്താണോ പ്രൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് തരും കേട്ടോ. പിന്നെ ഈ ഒരു കൂപ്പൺ നമുക്ക് ഇവിടെ ഒരു പെട്ടിയുണ്ട്, അതിൽ ഇടുകയും ചെയ്യാം. സ്ക്രാച്ച് ആൻഡ് വിൻ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. ഇവിടെ ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടുണ്ട്. സോപ്പ് പൊടി ഉണ്ട്, ചായപ്പൊടി ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ, സോപ്പ് പൊടിയും ചായപ്പൊടിയും. അപ്പോൾ അത് രണ്ടും എടുത്തിട്ട് നമ്മൾ ഈ ഒരു കൂപ്പൺ ഉണ്ടല്ലോ ഇതിൽ നമ്മളെ പേരും മൊബൈൽ നമ്പറൊക്കെ എഴുതിയിട്ട് ഈ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കണം. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊക്കോ കഫേയിൽ പോയി. അപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ശോഭികയുടെ വെഡ്ഡിങ് സെൻറ്ററിൻ്റെ താഴെ തന്നെ ഒരു കഫേ ഉണ്ട്. അവിടെ പോയിട്ട് പപ്സും മിൽക്ക് ഷേക്കൊക്കെ കുടിക്കുകയാണ് കേട്ടോ. മക്കൾക്ക് രണ്ടാൾക്കും ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും ഞാൻ ഇളനീരിൻ്റെ മിൽക്ക് ഷേക്കുമാണ് പറഞ്ഞത്. അപ്പോൾ പപ്സും മിൽക്ക് ഷേക്കൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നല്ല ഉഷാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ 1 മണി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം എല്ലായിടത്തും നല്ല ചൂടല്ലേ, നല്ല ചൂടാണ്. അപ്പം വീട്ടിൽ വന്ന് നല്ലപോലെ കിടന്നുറങ്ങി. അതിന് ശേഷം ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്യാണ് കേട്ടോ. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയ സമയത്താണ് ഓർഡർ ചെയ്തത്. 6:45-7 മണിയായപ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കഫേയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പപ്സ് അല്ലേ, അങ്ങനെ ഫ്രീ ആയി കിട്ടി. നമ്മൾ ആ കഫേയിൽ നിന്ന് വരുമ്പോൾ ഓരോ പപ്സ് കൂടി ഇവർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് കേട്ടോ അവർ പറയുന്നത്. ഇനി നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടാക്കോസും ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ടാക്കോസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇനി അങ്ങനെയാണോ എന്നറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് ചിക്കൻ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. മാക്സോ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ മതി. മാക്സോ ഫ്രൈസ് മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രൈസ് കിട്ടും കേട്ടോ. ലേശം സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫ്രൈഡ് ചിക്കൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിൻ്റെ ഡെലിവറി നമ്പർ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. കൊക്കോ കഫേ ബാലുശ്ശേരിയിലും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.